പത്മനാഭക്ഷേത്രം. ഈ പത്മനാഭക്ഷേത്രം എങ്ങനെ ഉണ്ടായി, അവിടെ അമ്പലം വരാൻ കാരണം വില്വമംഗല സ്വാമി കൃഷ്ണനെ കാണാതെ കഴിഞ്ഞ് വിഷമിച്ചപ്പോൾ കൃഷ്ണൻ പൂജയ്ക്ക് വന്നപ്പോൾ വില്വമംഗലം പൂജ തർക്കരുതുണ്ടി മാറിയിട്ടു എന്ന് വില്വമംഗലം കൈകൊണ്ട് തന്നപ്പോൾ അപ്പം പറഞ്ഞു കൃഷ്ണൻ, നീ എന്നെ കാണില്ല, നീ എന്നെ അന്വേഷിച്ച് വരണം. കൃഷ്ണനെ കാണാതെ ഭ്രാന്തനായി മണ്ണിൽ കിടന്ന് ഉരുണ്ട് മണ്ണുവാരി തിന്ന് ഉണ്ണിയെ കാണാതെ വിങ്ങിക്കരയുന്ന വില്വമംഗലം കൃഷ്ണനെ തേടി പോയി അനന്തങ്കാട്ടിൽ എന്നപ്പോഴാണ് പറഞ്ഞു, ഇനി എന്നെ കാണാൻ അനന്തങ്കാട്ടിൽ വരാം. കൃഷ്ണൻ പോകുമ്പോൾ അവരെ അനന്തങ്കാട്ടിൽ വരാം. അങ്ങനെ അനന്തങ്കാട് തേടി വില്വമംഗലം നടന്ന കാലത്തോളം ചെന്ന് അനന്തങ്കാട് കണ്ടു. അതാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം തിരുവനന്തപുരം. ആ അനന്തങ്കാട് കണ്ടപ്പോൾ ചെന്നപ്പോഴാണ് അനന്തപത്മനാഭനായി സമുദ്രത്തിൻ്റെ നടക്ക് വിഷ്ണു മഹാവിഷ്ണു കിടക്കുന്നതാണ് കണ്ടത്. കൃഷ്ണൻ മാറി വിഷ്ണുവായി. വില്വമംഗലം അവിടെ അവസാനിക്കും.